എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണല്ലോ, നമ്മൾ തിരുവാതിര ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് തിരുവാതിര ദിവസത്തിലെ ആ ഒരു ഭക്ഷണ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത്. പ്രധാനമായിട്ടുള്ള, അതായത് തിരുവാതിരൻ്റെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കൂവ വരകിയത്, പിന്നെ പുഴുക്ക്, രണ്ടാണ് ഉണ്ടാക്കുന്നത്. കൂവ വരകിയത് നമുക്ക് രാവിലെയാണ്. കൂവ വരകിയതും നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെയാണ് രാവിലത്തെ ഭക്ഷണം. പിന്നെ ഉച്ചയ്ക്കാണ് നമുക്ക് പുഴുക്ക്, ഗോതമ്പിൻ്റെ ഉപ്മാവ്, പപ്പടം, പഴം, അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. അപ്പോൾ നമ്മൾ കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം അത്ര തന്നെ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. പിന്നെ അത് വെള്ളമൊഴിച്ച് ഒന്ന് ഇവിടെ നമ്മൾ ഒന്ന് ഇളക്കി, പിന്നെ അതിവിടെ വെക്കണം. അതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മട്ട് ഊറാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു വയ്ക്കും. ആദ്യം അത് ചെയ്യണം അമ്മ. അപ്പോൾ അത് ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് അത് ഒന്ന് ഉണ്ടാക്കിയ ശേഷം എടുത്തിടാനുള്ള ഒരു ഇല ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് തേങ്ങ കൊത്താക്കിയത് പാകത്തിനേ ഉള്ളൂ. പിന്നെ ശർക്കര ഒരു വലിയ രണ്ടച്ചാണ്, രണ്ടര അച്ചോളം ഉണ്ട്. അപ്പോൾ അത് അവിടെ അതങ്ങനെ ചുരണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം കഴിഞ്ഞ ശേഷം, കുറച്ച് അധികം സമയം എടുത്ത് വെച്ച ശേഷം ആ മട്ട് അത് കളയാം. ഇനി അത് നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയിൽ ലേശം വെള്ളം കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നാക്കി വേവിച്ച് തിളപ്പിച്ചിങ്ങനെ എടുക്കണം. അത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ തേങ്ങ കൊത്തും ശർക്കരയും അതൊക്കെ ഒന്ന് ഇട്ട് ഇളക്കി, ശർക്കരയൊക്കെ ഉണ്ട് അലിയട്ടെ. നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ചെറിയൊരു തീയിലാണ്. ഒക്കെ ഇട്ടിലേക്ക് അപ്പോൾ തിരുവാതിരേൻ്റെ ഏറ്റവും സ്പെഷ്യൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കൂവ വരകിയത്. അതങ്ങനെ കട്ടയായിട്ട് വരുന്നുണ്ട്. ചെറിയ തീയിലിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണിത് ഇങ്ങനെ ശർക്കരയിൽ ഉണ്ടാക്കിയത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഒക്കെ റെഡിയായി, നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇലയിൽ ഈ ഒരു ഇലയിൽ കഴുകി വെച്ച ഇലയാണ്, അതിലേക്ക് എടുത്ത് ഒക്കെ വിളമ്പിയൊക്കെ റെഡിയാക്കി വെക്കാം. പൂവപ്പൊടി, തേങ്ങാക്കൊത്ത്, ശർക്കര, ഈ ഒരു 3 ചേരുവകളാണ് ഇപ്പോൾ ഇതിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. വേലും ഒക്കെ റെഡിയായി, പഴം പിന്നെ പുഴുങ്ങിയതാണ്. അപ്പോൾ കഴിക്കുകയാണ്. ഇന്ന് പിന്നെ വാഴേൻ്റെ ഇലയിൽ തന്നെ ആവട്ടെ കഴിക്കലൊക്കെ. ഉച്ചയ്ക്കും അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് പഴം പുഴുങ്ങിയത് അത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ചായ. അപ്പോൾ തിരുവാതിര ദിവസത്തിലെ ആ ഒരു നമ്മളെ രാവിലത്തെ ഭക്ഷണം അതിപ്പോൾ എങ്ങനെയാണ്.
അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്ക്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പുഴുക്കിൻ്റെ കാര്യം അത് ആണ് ഇനി ചെയ്യുന്നത്. രാവിലത്തെ പിന്നെ ചായ വെച്ചാൽ കുറേ നേരത്തെ ആവും ഞങ്ങൾക്ക്. 7:30 ആകുമ്പോഴേക്ക് തന്നെ കഴിച്ച് കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് കപ്പ, ചേന, ചേമ്പ്, പച്ചക്കായ ആണ് കാര്യമായിട്ടുള്ള പച്ചക്കറി കഷ്ണങ്ങൾ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇടിച്ചക്കേൻ്റെ സമയമായിട്ടുണ്ട്. ഇടിച്ചക്കൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇടിച്ചക്കൊക്കെ ചേർക്കാം. ഇനിയുണ്ട് ചേരുവകൾ, പക്ഷെ ഇത് ഞങ്ങൾ പിന്നെ ഇന്ന് ഇത്ര മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ കഴുകലോ കഴിഞ്ഞു. നമുക്കിങ്ങനെ ഒക്കെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ഒന്ന് കൊത്തിയിടാം. പുഴുക്കായതുകൊണ്ട് പിന്നെ വെന്ത് അത്യാവശ്യം ഉടച്ചന്നെ എടുക്കാമല്ലോ. വളരെ കുറച്ചേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസത്തിനുള്ള പാകത്തിനുള്ളത്. അപ്പോൾ ഇതൊക്കെ നുറുക്കി ഇവിടെ വെച്ചു. പിന്നെ നമുക്ക് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത വൻപയറാണ്. കുറച്ചേ ഉള്ളൂ, ഒക്കെ പാകത്തിന്. ഇനിയിപ്പോൾ അത് ഈ ഒരു കുക്കറിലാണ് എല്ലാം കൂടി ചേർത്തിട്ട് തന്നെയാണ് വേവിക്കുന്നത്. വേവിക്കുമ്പോൾ വെച്ചാൽ പാകത്തിന് വെള്ളം ഉണ്ടായിരിക്കുള്ളൂ. വെള്ളം പിന്നെ കട്ടയായിട്ട് തന്നെ എടുക്കാനുള്ള അല്ലേ. മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ്, ഒരു പാകം വെള്ളത്തിൽ നമ്മൾ അതൊക്കെ ചേർത്തതാ വേവിച്ച് എടുക്കാം. അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് ചതയ്ക്കാനുള്ളതാണ്. കറിവേപ്പില, പച്ചമുളക്, തേങ്ങ ചിരകിയത് അതൊന്ന് ചതച്ച് വെക്കാം നമുക്ക്. ഇതൊരു 3 വിസിൽ അത് കഴിഞ്ഞ ശേഷം ഒക്കെ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. പയറും ഒക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ അതിലേക്ക് ചെറിയ തീയിൽ കൊണ്ട് കത്തിച്ചു അടുപ്പ്. ഇനി അതിലേക്ക് ഇതാ ചതച്ചത് അത് ചേർക്കാം. ഒക്കെ വെന്തതാണ്. കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ അത് തുളിക്കാം. അപ്പോൾ അതും ഇവിടെ റെഡിയായി. അപ്പോൾ ഏതായാലും കഴിക്കായി. ഇന്നിപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ ഉപ്മാവാണ്. അതായത് ഗോതമ്പ് റവ, ആ വലിയ നുറുക്ക്. പിന്നെ ഇപ്പോൾ നല്ല കട്ടയായിട്ടുണ്ട് പുഴുക്ക്. പൂവമ്പഴം ഉണ്ട്, നല്ല നാടൻ പൂവമ്പഴം. പിന്നെ പപ്പടം കാച്ചിയത്. ഇങ്ങനെയാണ് ഉച്ചഭക്ഷണം. തിരുവാതിര ദിവസത്തിലെ ഉച്ചഭക്ഷണം ഇങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.